ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു മീൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. കാണുന്നത് പോലെ അത് അടിപൊളി ടേസ്റ്റിയുമാണ്. ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 15 ചെറിയ ഉള്ളി ചതച്ചതും 1 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞതും ഇട്ട് ചുവക്കെ വറുക്കണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി വരും. ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെയാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചുവക്കെ വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നല്ലപോലെ പഴുത്തൊരു തക്കാളി നീളത്തിലരിഞ്ഞതും 1 പച്ചമുളക് മുറിച്ചതും ഇട്ട് ഒന്നുകൂടി വഴറ്റുക. അടച്ചു വെച്ച് വേവിക്കൊന്നും വേണ്ട തക്കാളി, അല്ലാതെ തന്നെ അത് വേവും. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. മസാലകളെല്ലാം നല്ലപോലെ മൊരിഞ്ഞു വരണം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണേ. മസാലകളുടെ പച്ചമണമെല്ലാം മാറിയ ശേഷം 2 കൊടംപുളി നല്ലപോലെ കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതും 1 കപ്പ് കട്ടി തേങ്ങാപ്പാലും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കറി നല്ലപോലെ ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് അധികം മുള്ളില്ലാത്ത നല്ല ഫ്ലഷ് ഉള്ള മീൻ ഇട്ട് കൊടുക്കാം. 1 കൊത്ത് കറിവേപ്പില കൂടി ഇട്ട് മെല്ലെ ഒന്ന് ഇളക്കാം. ആദ്യം മാത്രമേ ഇളക്കാൻ സാധിക്കുള്ളൂ, അതിനുശേഷം നമുക്ക് കരണ്ടിയിട്ട് ഇളക്കാൻ പറ്റില്ല. മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. കറി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു തുടങ്ങി. കറി നല്ല തിക്കും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും തിക്കാവണം നമ്മുടെ കറി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. മീൻ കറി എപ്പോഴും കഴിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഉണ്ടാക്കി വെക്കണം. എപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. മീൻ കറി കാണുമ്പോഴേ വായിൽ വെള്ളം വരുന്നില്ലേ? കഴിക്കണമെന്ന് തോന്നുന്നില്ലേ? അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല തിക്ക് ഗ്രേവിയാണ്. ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം പറയണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ ഉച്ചയൂണ് ഗംഭീരമായി ചൂട് ചോറ് മീൻകറിയും കൂട്ടി ഒരു പിടി പിടിക്കാം. അടുത്ത റെസിപ്പിയുമായി കാണും വരയ്ക്കും ബൈ.